Hi friends, welcome to Garam Masala, the magic spices of cooking. കുറുക്കുകാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ. ഇന്ന് നമുക്ക് ഓണസദ്യയിലെ പ്രധാന വിഭവമായ കട്ടിക്കാളൻ അല്ലെങ്കിൽ കുറുക്കുകാളൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഏത്തയ്ക്ക ഒരെണ്ണം വലുത്, ചേന അര കപ്പ്, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ്, നെയ്യ് 1/2 ടീസ്പൂൺ, ഉലുവ പൊടിച്ചെടുത്തത് 1/4 ടീസ്പൂൺ, തൈര് 1 കപ്പ്. വറവിന് വേണ്ട ചേരുവകൾ: കടുക് അര ടീസ്പൂൺ, വറ്റൽമുളക് 3-4 എണ്ണം, കറിവേപ്പില, വെളിച്ചെണ്ണ. അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ 1 കപ്പ്, ജീരകം അര ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം. ആദ്യം നമുക്ക് ചേനയെ കൊത്തി അരിഞ്ഞെടുക്കണം. ഏത്തക്കായ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കാളൻ തയ്യാറാക്കാം. ഒരു മൺചട്ടിയാണ് ഞാനിവിടെ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇതിലോട്ട് ചേന, ഏത്തയ്ക്ക, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഇവ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക് ഇവ കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസും കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തുറന്നു വെച്ച് നമുക്കിതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ തൈരും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. തൈര് ചേർക്കുന്നതിന് മുൻപായി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാളൻ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി ഇതിലോട്ട് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില ഇവ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കുറുക്കുകാളൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.